ബൈ മെറിറ്റ് ബട്ട് ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ്. ഞാൻ കോവിഡിൻ്റെ സമയത്ത് ഓൺലൈനിലാണ് ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത്. എൻ്റെ പേര് അലിറ്റ ബിജു. ഞാൻ വരുന്നത് നെടുങ്കണ്ടത്തിൽ നിന്നാണ്, ഇടുക്കി നെടുങ്കണ്ടം. കോവിഡിൻ്റെ സമയത്ത് PG പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ അമ്മയാണ് എന്നെ ഈ സ്ഥലം കൃപാസനം മാതാവിനെയൊക്കെ പരിചയപ്പെടുത്തി തന്നത്. അമ്മ ഇവിടെ ഒന്ന് ഉടമ്പടി എടുത്തിരുന്നു. അങ്ങനെ എൻ്റെ PG പരീക്ഷയുടെ സമയത്ത് ഞാൻ പഠിക്കുമെങ്കിലും എനിക്ക് കാര്യങ്ങളൊക്കെ ഓർത്തു വെക്കാൻ അത്യാവശ്യം ബുദ്ധിമുട്ടുണ്ട്. എല്ലാം ഒന്ന് ഓർത്തു വെക്കാനൊക്കെ പാടാണ്. ഞാൻ ഈ PG പരീക്ഷയുടെ സമയത്ത് കാശുരൂപം വെച്ചാണ് എൻ്റെ ഓരോ പരീക്ഷയും ഞാൻ അറ്റൻഡ് ചെയ്തത്. എനിക്ക് റൈറ്റിംഗ് സ്പീഡും അത്യാവശ്യം കുറവാണ്. ഈ റൈറ്റിംഗ് സ്പീഡ് കുറവായതുകൊണ്ട് തന്നെ എനിക്ക് ഈ പരീക്ഷയ്ക്ക് ടൈം ബൗണ്ടിട്ട് എഴുതി തീർക്കാൻ പലപ്പോഴും പറ്റിയിരുന്നില്ല. ഈ കാശുരൂപം വെച്ച് ഏതൊക്കെ എക്സാം ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ അരമണിക്കൂർ മുമ്പ് ഞാൻ എക്സാം ഫിനിഷ് ചെയ്യും. എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. 3 essay ഒക്കെ എഴുതാനുണ്ട് PGക്ക്, പക്ഷേ അരമണിക്കൂർ മുന്നേ ഞാൻ ഫിനിഷ് ചെയ്യും. നല്ല ഹാൻഡ് റൈറ്റിങ്ങോടുകൂടിയാണ് ഞാൻ ഈ അരമണിക്കൂർ മുമ്പ് എക്സാം ഫിനിഷ് ചെയ്യുന്നത്. അങ്ങനെ ഈ എക്സാം കഴിയുമ്പം ഞാൻ ഓരോ സെൻറ്റൻസും ഈ കാശുരൂപം വെച്ച് ഞാൻ ഫുൾ മുട്ടിച്ച് പ്രാർത്ഥിക്കും, മാതാവേ നല്ല മാർക്ക് തരണേ. അതുപോലെ തന്നെ ഫ്രണ്ട് പേജിൽ ഞാൻ ടീച്ചേഴ്സ് മാർക്ക് ഇടുന്ന സെക്ഷനിലും ഞാൻ കാശുരൂപം വെച്ച് മുട്ടിച്ച് പ്രാർത്ഥിക്കും. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിരസാക്ഷിയായി യേശുനാമത്തിൽ എന്നെ ഉയർത്തണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചാണ് ഓരോ സെൻറ്റൻസ് ഞാൻ എഴുതിക്കൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് എനിക്ക് സ്റ്റാറ്റി എക്സാം PGക്ക് ഭയങ്കര പാടായിരുന്നു. അപ്പം ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു, അമ്മ എനിക്ക് സ്റ്റാറ്റി എക്സാം പാടാ, എന്നെ ഫെയിലാക്കുകയൊന്നും ചെയ്യരുത്, പാസ്സാക്കിയാലും തന്നാൽ മതി, നല്ല മാർക്ക് വേണം ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. PGക്ക് A+ അങ്ങനെ ഒരു ഗ്രേഡോ അങ്ങനെ ഒന്നും ഞാൻ പ്രാർത്ഥിച്ചിരുന്നില്ല. അങ്ങനെ എനിക്ക് പറ്റുന്ന പോലെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനമൊക്കെ ചെയ്തിരുന്നു. അമ്മയെ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം പത്രമൊക്കെ ഞങ്ങൾ കൊടുത്തിരുന്നു. പിന്നെ എൻ്റെ ഫ്രണ്ടിൽ ആര് വന്നാലും ഞാൻ അവർക്ക് പൈസ കൊടുക്കും, അല്ലെങ്കിൽ എന്നെ കൊണ്ട് പറ്റുന്ന പോലത്തെ സഹായങ്ങളൊക്കെ ഞാൻ ചെയ്യുമായിരുന്നു. അങ്ങനെ ഞാൻ ഒരു ദിവസം പ്രാർത്ഥിച്ച അമ്മ എനിക്ക് നല്ല മാർക്ക് തരണം, സ്റ്റാറ്റി ഒന്നും എന്നെ ഫെയിലാക്കരുതെന്ന് പറഞ്ഞു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ സ്വപ്നം കാണുന്നത് ഈ കൃപാസന മാതാവിൻ്റെ ഇപ്പുറത്ത് ഒരു നേവി ബ്ലൂ കളറുള്ള ബോർഡ്, ആ ബോർഡിനകത്ത് ഓരോന്നിനകത്തും എൻ്റെ ഇൻറ്റൻഷൻസാണ് മാതാവ് എഴുതിയേക്കുന്നത്. നമ്പർ 1, എന്നെ പരീക്ഷ ഫെയിലാക്കരുത്, എനിക്ക് നല്ല മാർക്ക് കിട്ടണം. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഞാൻ കണ്ടു, PG ഫസ്റ്റ് സെം പഠിക്കുമ്പോൾ തന്നെ ഞാൻ കണ്ടു A+ മാതാവ് എഴുതി തന്നേക്കുവാണ്. എൻ്റെ റിസൾട്ട് വന്നപ്പം എന്നെ 5th റാങ്കോടുകൂടിയാണ് മാതാവ് പാസ്സാക്കിയത്. അമ്മയ്ക്കും തിരുക്കുമാരനും ഒത്തിരി നന്ദി. അതുപോലെ ഒരു ദിവസം ഞാൻ കൊന്ത ചൊല്ലിക്കൊണ്ടിരുന്നപ്പം എനിക്ക് ഭയങ്കര PGയിൽ ഒത്തിരി സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നു. നമ്മളെല്ലാം ലൈഫിൽ ഒരുപാട് ഡിഫിക്കൽട്ട് സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നവരാണ്. അപ്പം എനിക്ക് സ്ട്രെസ്സ് വരുമ്പോൾ ഞാൻ ഒരുപാട് കൊന്തകൾ ചെല്ലുമായിരുന്നു. കൊന്തയായിരുന്നു എൻ്റെ ആശ്രയം. ഒരു ദിവസം കൊന്ത ചൊല്ലി നമ്മളിങ്ങനെ ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് പോലെ നമ്മളിങ്ങനെ റിലാക്സ് ചെയ്യാനായിട്ട് ഇങ്ങനെ ഇൻഹേൽ അങ്ങനെ ചെയ്തപ്പം ഞാൻ കൊന്ത പിടിച്ചുകൊണ്ടിരുന്നപ്പം കണ്ണടച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പം എനിക്ക് ഈ കൊന്ത പിടിച്ചപ്പോൾ ഈ കൈവിരലിൻ്റെ ഏറ്റവും ഈ അറ്റത്തെ പോർഷനിലെ ടിപ്പായിട്ടുള്ള പോർഷൻ, ഈ പോർഷനിൽ എനിക്ക് പിടിക്കാൻ പറ്റുന്ന പോലെ തോന്നി. ഞാൻ വിശ്വസിക്കുക, ഈശോയെ എൻ്റെ കൈ പിടിച്ചത് ഞാൻ വിശ്വസിക്കുവാണ്. ഈശോയ്ക്ക് ഒത്തിരി നന്ദി, ഈശോയ്ക്ക് മാതാവിന് ഒത്തിരി നന്ദി. അതുപോലെ PG പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് കോളേജുകാർ അവരുടെ മിസ്റ്റേക്ക് കൊണ്ട് എൻ്റെ ഡിഗ്രി ഒറിജിനൽ സർട്ടിഫിക്കറ്റ് കാണാതെ പോയി. കോളേജിൽ നിന്ന് ഞങ്ങൾ കോളേജുകാർ ഒത്തിരി തപ്പി. അവർ പറഞ്ഞു ഞാൻ തന്നില്ല എന്നൊക്കെ അവർ പറയുന്നത്. പക്ഷേ എനിക്കറിയാം ഞാൻ കൊടുത്തതാണ്. അത് അവർ അഡ്മിഷൻ്റെ സമയത്ത് അവർ മേടിച്ച് വെച്ചത്, അതുകൊണ്ട് അവർക്കൊരു മിസ്റ്റേക്ക് പറ്റിയതാ. ഞാൻ പറഞ്ഞു ഞാൻ തന്നിട്ടുണ്ട്. അവർ പറഞ്ഞു ഫുൾ തപ്പി, നിങ്ങൾ ഇനി പ്രതീക്ഷിക്കേണ്ട, നിങ്ങൾ ഡ്യൂപ്ലിക്കേറ്റിന് അപ്ലൈ ചെയ്തോ, സർട്ടിഫിക്കറ്റ് ഒന്നും ഇവിടെ ഇല്ലെന്ന് എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ മാതാവിനോട് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചില്ല, പക്ഷേ മാതാവിനോട് ഇവിടെ അമ്മയുടെ കൂടെ വന്നപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു, അമ്മ മാതാവെ നിയോഗമൊന്നും ഞങ്ങൾ എഴുതിയിട്ടില്ല, പക്ഷേ എൻ്റെ മനസ്സിൽ ഇങ്ങനൊരു കാര്യമുണ്ട്, ഒന്ന് എൻ്റെ സർട്ടിഫിക്കറ്റ് തിരിച്ചു തരണേ എന്ന് പറഞ്ഞു. കുറേ ദിവസം കഴിഞ്ഞ് ഞങ്ങൾ ഡ്യൂപ്ലിക്കേറ്റിന് അപ്ലൈ ചെയ്തു. ഡ്യൂപ്ലിക്കേറ്റ് സർട്ടിഫിക്കറ്റ് ഞങ്ങൾക്ക് കിട്ടി. അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ കോളേജിൽ നിന്ന് വിളിച്ചു പറഞ്ഞു, നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ഇവിടെയുണ്ട്, ഇവിടെ വന്ന് കളക്ട് ചെയ്യാനായിട്ട് വിളിച്ചു പറഞ്ഞു. അമ്മയ്ക്കും ഈശോയ്ക്കും ഒത്തിരി നന്ദി. അതുപോലെ ഞാൻ ഈ സാക്ഷ്യം പറയാനായിട്ട് ഇച്ചിരി ലേറ്റായിപ്പോയി, അതിന് ഞാൻ സോറി ചോദിക്കുന്നു. അതുപോലെ ഞാൻ BEd പഠിച്ചുകൊണ്ടിരുന്നപ്പം എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടറ്റും സെറ്റും പാസ്സാവണമെന്ന്. കേട്ടറ്റ് പരീക്ഷ ഈ BEdൻ്റെ കമ്മീഷനും ടീച്ചിങ് പ്രാക്ടീസും ഒക്കെ വന്നപ്പോഴത്തേക്കും നമുക്കെല്ലാം കൂടെ ഹാൻഡിൽ ചെയ്യാൻ ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ MA എക്കണോമിക്സ് ആണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ ഹിസ്റ്ററി എനിക്ക് പഠിക്കാനേ ഇഷ്ടമല്ല. ഒത്തിരി ഡേറ്റും ഒക്കെ ഓർക്കേണ്ടതുകൊണ്ട് ഞാൻ ഒരാഴ്ച ഉണ്ടായിരുന്നുള്ളൂ. അന്നേരം യൂട്യൂബിൽ വന്ന ചുമ്മാ റാൻഡം വീഡിയോസ് കുറച്ച് കണ്ടിട്ട് പോയി, അല്ലാതെ മെനക്കെട്ട് പഠിച്ചൊന്നുമില്ല. അമ്മയുടെ കാശുരൂപം വെച്ചാണ് ഞാൻ കേട്ടറ്റ് പരീക്ഷ എഴുതിയത്. കേട്ടറ്റ് പരീക്ഷ എഴുതി ഓരോ ക്വസ്റ്റ്യനും കഴിയുമ്പോൾ ഞാൻ അമ്മയോട് ചോദിക്കും, അമ്മ ഇതല്ലേ ആൻസർ, ഞാൻ അടുത്ത് എഴുതിക്കോട്ടെ, നെഗറ്റീവ് മാർക്കൊന്നും ഇല്ലെങ്കിലും പേടിയാ, നമുക്ക് ഇത്ര മാർക്ക് ഉണ്ടെങ്കിലേ ജയിക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഓരോ ആൻസേഴ്സ് ഞാൻ അമ്മയോട് ചോദിച്ച് എഴുതിയത്. അതും ഞാൻ പെട്ടെന്ന് എഴുതി കഴിയും. എല്ലാ എക്സാമും അമ്മ മാതാവിൻ്റെ കൃപ കൊണ്ട് ഞാൻ പെട്ടെന്ന് എഴുതി കഴിയും. അത് കഴിഞ്ഞ് ഞാനിരുന്ന്
പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലും, വിശ്വാസ പ്രമാണം ചെല്ലും, കൊന്ത ചെല്ലും, ഒരു നേരം പോലും വെറുതെ ഇരിക്കത്തില്ല. എൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുള്ളവരെല്ലാം മാക്സ് ചെയ്യുന്നു, പേജ് തിരിച്ചു മറിച്ച് നോക്കുന്നു, ഫുൾ പരിപാടികൾ. ഞാൻ അവിടെ ഇരുന്ന് കൊന്ത ചെല്ലുന്നു, അങ്ങനെ ഫുൾ പ്രാർത്ഥിക്കുന്നു, കാശ് രൂപം വെച്ച് നോക്കുന്നു, ഫുൾ ഒന്നുകൂടെ ശരിയല്ലെന്ന് വെരിഫൈ ചെയ്യുന്നു. ഇതാണ് എൻ്റെ പരിപാടികൾ. അങ്ങനെ അമ്മ മാതാവ് എനിക്ക് കേട്ട് 2 പാസ്സാക്കി തന്നു. 2 അത്യാവശ്യം കുഴപ്പമില്ലാഞ്ഞുകൊണ്ട് ഞാൻ പിറ്റേ ദിവസം വരുന്ന 3 വലുതായിട്ട് പഠിച്ചൊന്നുമില്ല. കാരണം 2 അത്യാവശ്യം കിട്ടുമല്ലോ. പിന്നെ 3 ഹൈസ്കൂളാണ്, ഇനിയിപ്പോൾ UP സ്കൂളിലാണെങ്കിലും പഠിപ്പിച്ചാൽ മതിയല്ലോ. 3 അങ്ങനെ നോക്കിയൊന്നുമില്ല. 3 അങ്ങനെ പഠിക്കാതെ തന്നെ പോയി, ഒന്നും പഠിച്ചില്ല. തലേദിവസം ഒരു വീഡിയോ പോലും ഞാൻ കണ്ടില്ല. പിറ്റേ ദിവസം ഞാൻ ചെന്നു, 2വിനെക്കാട്ടിലും എളുപ്പമാക്കി അമ്മ എനിക്ക് കേട്ട 3 ഭയങ്കര എളുപ്പമാക്കി തന്നു. 3 ഞാൻ നല്ല മാർക്കോടെ അമ്മ മാതാവ് എനിക്ക് പാസ്സാക്കി തന്നു. ഇതിലും വലിയ സാക്ഷ്യം എനിക്ക് അടുത്ത് പറയാനുള്ളത് സെറ്റിൻ്റെ കാര്യമാണ്. സെറ്റ് ഞാൻ പ്രതീക്ഷിച്ചിട്ട് പോലുമില്ല. BEഡിൻ്റെ ഇടയ്ക്ക് ഞാൻ എക്കണോമിക്സ് ആയിരുന്നെന്ന് പറഞ്ഞു. അപ്പോൾ ഈ എക്കണോമിക്സിൽ ഒരു കാര്യം നമ്മൾ BEഡിൽ പഠിക്കുന്നില്ല. ഇപ്പോൾ സെറ്റ് എക്സാം കുറച്ച് പാടാണ്. നമുക്ക് പേപ്പർ 1 എളുപ്പമാണെങ്കിലും പേപ്പർ 1 BEഡിൻ്റെ കാര്യമാണെങ്കിലും പേപ്പർ 2 ഇക്കണോമിക്സ് ആയതുകൊണ്ട് അത്യാവശ്യം പാടാണ്. സത്യം എന്ന് പറയട്ടെ, പേപ്പർ 1 എനിക്ക് എളുപ്പമായിരുന്നു. പേപ്പർ 1 എഴുതിയപ്പോൾ ഞാൻ 48 മാർക്ക് വേണം പാസ്സാവാൻ. ഇപ്പോൾ പേപ്പർ 1 എഴുതിയപ്പോൾ ഞാൻ ഓർത്താ എന്തായാലും പാസ്സാകും, കുഴപ്പമൊന്നുമില്ല. അത് കഴിഞ്ഞ് 2 മണിക്കൂർ ഗ്യാപ്പ് കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞത്തെ പരീക്ഷ പേപ്പർ 2 ഇക്കണോമിക്സ് 2 to 4 ആണ് സമയം. അപ്പം അതുപോലെ ഞങ്ങൾ രാവിലെ പള്ളിയിൽ പോയപ്പം അവിടെ ഒരു അമ്മച്ചി ഇരുന്ന് പ്രാർത്ഥിക്കുന്ന കണ്ടു, പള്ളിയുടെ ബാക്കിലായിട്ട്. അപ്പം ഞാൻ അമ്മച്ചിയോട് പറഞ്ഞു, അപ്പം എനിക്കൊരു മാതാവിനെ പോലെ തോന്നി. അമ്മച്ചിയോടൊന്ന് പറഞ്ഞു, അമ്മച്ചി എനിക്കിന്ന് പരീക്ഷയാണ്, സെറ്റിൻ്റെ പരീക്ഷയാണ്, എൻ്റെ പേരിതാണ്, എനിക്ക് 10 to 12 പിന്നെ 2 to 4 2 സമയത്താണ് പരീക്ഷ, എനിക്കിതെങ്ങനെയും ജയിക്കണം, അമ്മച്ചി ഒന്ന് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. അമ്മച്ചി പറഞ്ഞു, കൊച്ചു ധൈര്യമായിട്ട് പൊക്കോ, ഞാൻ പ്രാർത്ഥിച്ചേക്കാമെന്ന് പറഞ്ഞു. എനിക്ക് ഉറപ്പാണ് അമ്മച്ചി ഇത് കേൾക്കുന്നുണ്ടോയെന്ന് എനിക്കറിയത്തില്ല, എവിടെയെങ്കിലും ഇരുന്ന്. എന്തായാലും സെറ്റ് എക്സാം ഉച്ചയ്ക്ക് 2 മണിക്കൂർ ബ്രേക്ക് ഉണ്ടായിരുന്നു. ആ ബ്രേക്കിൻ്റെ സമയത്ത് എല്ലാവരും ഫുഡ് കഴിക്കാനും ഒക്കെ പോയി. ഞാൻ ഫുഡ് കഴിച്ച് വന്നിട്ട് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലിക്കൊണ്ടിരുന്നു. എൻ്റെ അപ്പുറത്തിരുന്ന കുട്ടികളെല്ലാം ബുക്ക് തുറന്ന് എക്കണോമിക്സിൻ്റെ ഡയഗ്രാം പഠിക്കുന്നു, ഗ്രാഫ് പഠിക്കുന്നു, ഇക്വേഷൻ പഠിക്കുന്നു, തിരിച്ചു മറിച്ചും എല്ലാം നോക്കുന്നു. ഞാൻ ഒരു സാധനം പോലും ഈ സെറ്റ് എക്സാമിന് വേണ്ടി ഞാൻ 2-3 യൂട്യൂബ് വീഡിയോസ് മാത്രമാണ് കണ്ടത്, വേറെ ഒന്നുമില്ല. എക്കണോമിക്സിൻ്റെ പേപ്പർ എനിക്ക് കിട്ടിയപ്പോൾ ഞാൻ ഓർത്ത് എല്ലാ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. സത്യം പറയട്ടെ, ആ ക്വസ്റ്റ്യനകത്ത് എനിക്കാകെ 3 എണ്ണമേ അറിയത്തുണ്ടായിരുന്നുള്ളൂ, വെറും 3 എണ്ണം. ബാക്കി ഒരു ക്വസ്റ്റ്യൻ്റെ പോലും ആൻസർ അറിയത്തില്ല, കാരണം ഞാൻ പഠിച്ചിട്ടില്ല. പക്ഷെ പഠിച്ചിട്ടില്ലെങ്കിൽ ഞാൻ അമ്മ മാതാവിനോട് ചോദിച്ചെഴുതിയിരുന്നു, അമ്മ എനിക്കിത് പറഞ്ഞതാ, ഇതിൻ്റെ ആൻസർ ഇതല്ലേ, B ആണോ C ആണോ? അങ്ങനെ അമ്മ മാതാവിനുള്ള കോൺവെർസേഷനിലൂടെയാണ് ഫുൾ ആൻസേഴ്സ് അറ്റൻഡ് ചെയ്തിരുന്നത്. അത് കഴിഞ്ഞ് ഞാൻ ഇപ്പം ഞാൻ 1B മാർക്ക് ചെയ്തതെങ്കിൽ ഞാൻ പറയും, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിരസാക്ഷിയായി യേശുനാമത്തിൽ ഉയർത്തണമേ, അമ്മ ഞാനത് മാർക്ക് ചെയ്യാൻ പോവാണേ, അമ്മ ഞാനത് മാർക്ക് ചെയ്യാൻ പോകുന്നത് ഞാൻ പറഞ്ഞിട്ടാണ് മാർക്ക് ചെയ്യുന്നത്. അങ്ങനെ ഓരോ ക്വസ്റ്റ്യൻസും ഞാൻ മാർക്ക് ചെയ്തു. പക്ഷേ അത് കഴിഞ്ഞിട്ട് ഞാൻ എക്സാം എഴുതി കഴിഞ്ഞപ്പോൾ എനിക്ക് ഉറപ്പായിരുന്നു എക്കണോമിക്സ് പാടായതുകൊണ്ട് ഞാൻ എന്തായാലും ഫെയിലാകും. പക്ഷേ കാശ് രൂപം വെച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട് ഞാൻ. അപ്പം ഞാൻ പാസ്സാകുമായിരിക്കും എന്ന് എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു. എന്നാലും റിസൾട്ട് ഞാൻ ഈ ആൻസർ മാർക്ക് ചെയ്യാതെ വന്ന വീട്ടിലോട്ട്. അപ്പോൾ എനിക്ക് ആൻസർ കീ നോക്കാൻ പറ്റിയില്ല. റിസൾട്ട് വന്നപ്പോൾ 116 മാർക്ക് മതി സെറ്റിന്. അമ്മ എനിക്ക് 123 മാർക്ക് നൽകി അമ്മ എന്നെ അനുഗ്രഹിച്ചു. വെറും 3 ആൻസർ എനിക്ക് അറിയത്തുണ്ടായിരുന്നുള്ളൂ. അതിൽ നിന്നാണ് അമ്മ എന്നെ അനുഗ്രഹിച്ചത്. ഈശോയ്ക്കും അമ്മയ്ക്കും ഒരുപാട് നന്ദി. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലേറെ പ്രത്യേകിച്ച് തങ്ങളുടെ പരീക്ഷയെക്കുറിച്ചുള്ള സാക്ഷ്യങ്ങൾ കേട്ടിട്ടും സെറ്റ് എക്സാമും ഒപ്പം PGയുടെ പരീക്ഷയ്ക്ക് റാങ്ക് ലഭിച്ചതുമായിട്ട് ബന്ധപ്പെട്ട പരീക്ഷകളുടെ സാക്ഷ്യമാണ്. അപ്പോൾ ഉടമ്പടിയുമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്ന അമ്മയാണ് ആദ്യമായിട്ട് ഉടമ്പടി എടുത്തതും ഈ ഒരു വിശ്വാസ ജീവിതത്തിൻ്റെ മാതൃക കാണിച്ചത്. ഇപ്പോൾ ഒരുപാട് മക്കളിവിടെ സാക്ഷ്യം പറയുമ്പോൾ ഫസ്റ്റ് സെൻറ്റൻസ് എന്ന് പറയുന്നു ഇതുപോലെ എൻ്റെ അമ്മയാണ് ഉടമ്പടി എടുത്തതെന്ന് പറഞ്ഞാണ് മിക്ക കുട്ടികളുടെ അല്ലെങ്കിൽ ഈ പഠിക്കുന്ന വിദ്യാർത്ഥിനികളുടെ സാക്ഷ്യങ്ങൾ ആരംഭിക്കുന്നത്. അപ്പോൾ ഈ അമ്മയെടുത്ത് ഉടമ്പടിയുടെ ഒരു ചൈതന്യം മക്കളിലേക്ക് കൂടുതൽ ഒരു വിശ്വാസ കൈമാറ്റം വരുന്നുണ്ടെന്നുള്ളൂ. കാരണം ഒരുപാട് മക്കൾ അതിന് ശേഷം അമ്മയെടുത്ത് ഉടമ്പടിയുടെ ഭാഗമായിട്ട് അവരവരുടെ നിയോഗങ്ങൾക്ക് അവരവർ തന്നെ ഉടമ്പടി എടുക്കണം എന്നുള്ളൊരു പുതിയൊരു, അതായത് സ്വന്തമായിട്ട് അവർ തന്നെ പ്രാർത്ഥനയിൽ കടന്നു വരാം 18 വയസ്സിന് ശേഷം. അപ്പം അങ്ങനെ ഒരു സാധ്യത വന്നപ്പോൾ ഒരുപാട് പേര് അമ്മമാർ തന്നെ മക്കളെ കൊണ്ടുവന്ന് ഉടമ്പടി എടുപ്പിക്കുകയും അല്ലെങ്കിൽ അവർ തന്നെ ആ ഒരു വിശ്വാസത്തിൻ്റെ ബോധത്തിൽ ഉടമ്പടി എടുക്കുക, അവർ തന്നെ പിന്നീട് സാക്ഷ്യം പറയുമ്പോൾ ഇതുപോലൊരു പാറ്റേൺ റിപ്പീറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അതായത് അമ്മ എടുത്ത് ഉടമ്പടിയും കാര്യങ്ങൾ. അപ്പോൾ ഓൺലൈൻ ഉടമ്പടിയാണ് മറ്റൊരു നമുക്കൊരു വളരെ സഹായകമായിട്ട്, ഏറെ പ്രത്യേകിച്ച് നമ്മൾ ഓൺലൈൻ ഉടമ്പടി വിദേശത്തും ഒക്കെ ഉള്ള ഇവിടെ എത്തിച്ചേരാൻ പറ്റാത്തവർക്ക് വേണ്ടി പ്രത്യേകം നമ്മൾ ഒരുക്കിയിരിക്കുന്ന ഒരു ദൈവിക പദ്ധതിയുടെ ഭാഗമാണ്. പക്ഷേ ആ ഉടമ്പടിയിലൂടെ വലിയ സാക്ഷ്യങ്ങൾ നമുക്ക് ലഭിക്കുമ്പം പരിശുദ്ധ അമ്മ അതിനോടൊപ്പം സഞ്ചരിക്കുന്നുണ്ടെന്നുള്ളതാണ്. അപ്പം അതിനുശേഷം കാശുരൂപത്തിൻ്റെ കാര്യമാണ് എപ്പോഴും പറയണത്. എല്ലാ ഉടമ്പടിയിലെ പരീക്ഷാ സാക്ഷ്യങ്ങളിലും എന്നല്ല, എല്ലാ സാക്ഷ്യങ്ങളിലും മാതാവിൻ്റെ ഒരു പ്രസൻസ് നമ്മൾ കൂടെ വിശ്വസിച്ച് കൊണ്ടുപോയെന്നുള്ളതാണ്. നമുക്കിപ്പോഴും മനുഷ്യരായതുകൊണ്ട് നമുക്ക് ടാൻജിബിളായിട്ട് എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ്
നമ്മുടെ വിശ്വാസത്തിൽ പ്രയോഗിക്കാനായിട്ട് നമുക്ക് എപ്പോഴും ആവശ്യമാണ്. അത് പഴയ നിയമത്തിൽ തൊട്ട് വായിക്കുമ്പോൾ അത് ദൈവം പല രീതിയിൽ മോശയുടെ കയ്യിൽ വടിയെന്നതുപോലെ ചില സമയത്ത് പഴയ നിയമത്തിൽ നിയമാവർത്തന പുസ്തകത്തിൽ ഉപ്പ് കൊടുക്കണു, അതിനുശേഷം ഇങ്ങോട്ട് വരുമ്പോൾ അപ്പം ഈ ഒരു ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കാൻ മേഘസ്തംഭവും അഗ്നിസ്തംഭമായിട്ടൊക്കെ കൂടുന്നതെന്ന് പറയുമ്പോൾ നമുക്ക് എന്തെങ്കിലും നമ്മുടെ മുൻപിൽ ഒരു സാന്നിധ്യമായിട്ട് കൂടെ പിടിക്കാനായിട്ട് ആവശ്യമാണ്. അപ്പോൾ ആ ഒരു കാശുരൂപം അതും വിശുദ്ധിയോടുകൂടെ പ്രാർത്ഥിച്ച് നമ്മളത് ഉപയോഗിക്കുമ്പോൾ അത് വലിയ സാന്നിധ്യത്തിന് ഒരു പക്ഷേ നമ്മുടെ മെറിറ്റിലല്ല, ഇപ്പോൾ ഇദ്ദേഹം തുടങ്ങിയതുപോലെ ദൈവത്തിൻ്റെ കൃപയിലാണ് നമ്മൾ പോകുന്നത് എന്നുള്ളൊരു ബോധ്യപ്പെടുത്താനായിട്ട്, ദൈവമാണിത് ചെയ്യുന്നതെന്ന് ബോധ്യപ്പെടുത്താനായിട്ട് ഈ കാശുരൂപം നമ്മളൊരു ഓർമ്മപ്പെടുത്തലുമാണ്. നീ ഉടമ്പടിയിലുള്ളതാണ്, അല്ലെ നീ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പം അതിനേക്കാളും അപ്പുറം ഈ ഒരു ഉടമ്പടിയുടെ ഏറ്റവും വലിയ ക്രക്സ്, എസെൻസ്, അതിൻ്റെ ആത്മാവെന്ന് പറയണത് അമ്മയുടെ പ്രത്യക്ഷീകരണം. ഒരുപക്ഷെ ഉടമ്പടി എടുത്ത് എല്ലാവരും മനസ്സിലാക്കിയിരിക്കേണ്ടത് നമ്മുടെ ഉടമ്പടിയുടെ ഏറ്റവും വലിയ പ്രാർത്ഥന അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി എന്നെ മാറ്റണം എന്നുള്ളത്. അല്ലാതെ ഇവിടെ ഒരു മാതാവിൻ്റെ രൂപം ഉള്ളതല്ല ഇവിടുത്തെ പ്രത്യേകത. അമ്മ ഈ അൾത്താരയിൽ പ്രത്യക്ഷപ്പെട്ടു എന്ന് ലോകം അറിയണമെങ്കിൽ ഇതിന് തത്തുല്യമായിട്ട് ശാസ്ത്രത്തിനും യുക്തിക്കും മുകളിലായിട്ടുള്ള അനുഭവങ്ങൾ രേഖപ്പെടുത്തണം. അപ്പോൾ ഈ ഒരു പ്രത്യക്ഷീകരണത്തിൻ്റെ മുൻപോട്ടുള്ള ഡോക്യുമെൻറ്റേഷനായിട്ടാണ് നമ്മൾ ഈ സാക്ഷ്യങ്ങളെല്ലാം രേഖപ്പെടുത്തുന്നത്. ഇവിടെ ഒരു വ്യക്തി വന്ന് ഇവിടെ പ്രാർത്ഥിച്ചിട്ടൊരു സൗഖ്യമോ ഒരു അനുഭവമോ ഒരു വിജയമോ ലഭിച്ചെന്ന് പറയുമ്പോൾ നമ്മൾ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ അനുഭവമായിട്ടാണ് നമ്മളത് വായിച്ചെടുക്കുന്നത്. ഏറെ പ്രത്യേകിച്ച് അത് ആവർത്തിച്ച് ആ കാര്യങ്ങളും പറയുന്നുണ്ട്. ഏറെ പ്രത്യേകിച്ച് ഇനിയും മുൻപോട്ട് ഉള്ള ഉടമ്പടി ജീവിതത്തിൽ ഇതിലും വലിയ ദൈവാനുഭവങ്ങൾ നമ്മളോട് പങ്കുവയ്ക്കുവാനുമായിട്ടും വലിയ അനുഭവങ്ങൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുക. ഏറെ പ്രത്യേകിച്ച് ഈ മകൾക്ക് നൽകിയ എല്ലാ വിജയത്തിനും, കാരണം ബൈബിൾ എഴുതിയിട്ടുണ്ടല്ലോ വിജയം നൽകുന്നത് കർത്താവാണെന്നുള്ളത്. അപ്പോൾ ആ ഒരു ബോധ്യത്തിൽ ഈ മകളുടെ സാക്ഷി നമുക്കെല്ലാവർക്കും ഉപകാരപ്പെടട്ടെ എന്നും